ചേച്ചി ഒന്നോടാ. എന്തോ വെടിനെ കാണിക്കുന്നത്? നല്ല മണം. എന്താണ് കാണിക്കുന്നേ? രണ്ടെണ്ണം ഏത് നേരെണ്ണം. കളിക്കണുണ്ടോ? ഇല്ല. സ്കൂളിൽ പോണ്ടേ? എണീക്ക്. വാവേ വാവേ എണീക്കേ. എണീറ്റേ എണീക്ക്. ചേച്ചിയുടെ അടപ്പല്ലേ? എന്തുവാണിത്? ഏത് നേരം പിതാവിന്റെ പരിപാടി? അമലു അമലു എന്താ? ഹലോ. എടാ, ഞാനൊരു ചെറിയ പ്രോബ്ലത്തിലാ. എന്താടാ? എന്ത് പറ്റി? നീ ചൈൽഡ് സൈക്കോളജിയും കൗൺസിലിംഗ് ആയിട്ടൊക്കെ നടക്കുന്നോണ്ട് നിനക്കൊരു പക്ഷേ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ആദ്യം പ്രോബ്ലം എന്താന്ന് പറ. കുറച്ച് ദിവസമായിട്ട് എന്റെ മോളുടെ ബിഹേവിയറിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ. അവൾക്ക് നെയിൽ പോളിഷ് റിമൂവറിൽ എന്തോ അഡിക്ഷൻ പോലെ. നെയിൽ പോളിഷ് റിമൂവറോ? ആ, എപ്പോ നോക്കി അതിന്റെ ബോട്ടിൽ അവളുടെ കയ്യിൽ കാണും. ആദ്യമൊക്കെ വെറുതെ മണപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്, പക്ഷെ അങ്ങനെയല്ല, ഇച്ചിരി ഓവറാ. ഇന്നലെ രാവിലെ അവളുടെ പില്ലോയുടെ അടിയിൽ നിന്നും എനിക്ക് ബോട്ടിൽ കിട്ടി. പില്ലോയുടെ അടിയുന്നോ? ആ, സ്കൂളിൽ നിന്ന് ടീച്ചറെ വിളിച്ചിരുന്നു. ക്ലാസ്സിലൊന്നും ഒന്നിനും ശ്രദ്ധയില്ല. ഗ്രേഡ്സ് ഒക്കെ ഡ്രോപ്പ് ആവുന്നുണ്ട്. ഇടയ്ക്കിടെ തലവേദനയാണെന്ന് പറഞ്ഞ് ഇരിക്കുമെന്നും പറഞ്ഞു. വീട്ടിൽ വന്നാലോ ദേഷ്യവും മറവിയും. ദേഷ്യം എല്ലാവരോടും ഉണ്ട്, അനിയനോട് പോലും കാണിക്കുന്നുണ്ട് അവൾ. എടാ, നീ അതിനെക്കുറിച്ച് ഓർത്ത് പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ചില സ്കൂൾ സ്റ്റുഡൻസിലൊക്കെ ഇങ്ങനത്തെ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
നെയിൽ പോളിഷ് റിമൂവർ പോലത്തെ കാര്യങ്ങളിലൊക്കെ ഇപ്പൊ അവർക്ക് ഏതാണ്ടൊരു അഡിക്ഷൻ പോലെയാ. ഈ നെയിൽ പോളിഷിൽ എന്താ ഇത്ര മാത്രം ലഹരിക്ക്? നെയിൽ പോളിഷ് റിമൂവറിലൊക്കെ എസറ്റോൺ എന്ന് പറഞ്ഞിട്ടൊരു ഘടകമുണ്ട്. ഈ എസറ്റോൺ ഇൻഹലേഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ചില കുട്ടികൾക്ക് അതിൽ വല്ലാത്തൊരു തരം കിക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആൽക്കഹോളിക് കൺസംഷൻ പോലൊക്കെ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഈ ടീനേജിലുള്ള കുട്ടികൾ അവരുടെ ഇമോഷണൽ സ്ട്രെസ്സും പിന്നെ സ്റ്റഡീസിലുള്ള സ്ട്രെസ്സും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ അവരുടേതായ എന്തെങ്കിലും വഴികൾ കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു തരം അഡിക്ഷൻ മാത്രമാണിത്. റിപ്പീറ്റഡ് ആയിട്ട് അസറ്റോൺ ഇൻഹലേഷൻ ഉണ്ടായാൽ ലിവറിനാണ് കൂടുതൽ പ്രോബ്ലം. ചില കുട്ടികളിൽ അസറ്റോൺ ഇൻഹലേഷൻ അമിതമാകുമ്പോൾ അവർക്കത് കുടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഹാർട്ട്, ലങ്സ്, കിഡ്നീസ് അതിനെല്ലാം ഡാമേജ് ആക്കും. പിന്നെ ചില കുട്ടികളിൽ ഇതിന്റെ ലോങ് ടേം ഇൻഹലേഷന്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അവർക്കൊന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കാം, ദേഷ്യം അമിതമായിട്ടുണ്ടാകുക, ബ്ലർഡ് വിഷൻ, അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂസ് കേൾക്കുന്നുണ്ട്. അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഇനിയൊന്ന് മാറ്റാൻ എന്താ ചെയ്യുക? എടാ, ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് അത് അവരുടെ ഒരു കോപ്പിംഗ് മെക്കാനിസമാണ്. ഇതിന്റെ അണ്ടർലൈങ് ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നത് മെയിനായിട്ടും സ്ട്രെസ് ആയിരിക്കും. സ്റ്റഡീസിലുള്ള സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാവാം. അതെന്താന്ന് ആദ്യം കണ്ടുപിടിക്കണം. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ വഴക്ക് പറഞ്ഞു നോക്കി, ദേഷ്യപ്പെട്ടു നോക്കി. ഇക്കാര്യത്തിൽ വഴക്ക് പറയാൻ പോവാണെങ്കിൽ അത് അവരെ ഡീപ്പായിട്ട് അതിലേക്ക് പുഷ് ചെയ്യുന്നത് പോലെ. ഇപ്പൊ അവൾക്ക് ശരിക്കും വേണ്ടത് ഒരു സേഫ് സ്പേസ് ആണ്. ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ അവളെ ലിസൺ ചെയ്യാൻ ഒരാളെയാണ്. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അവള് റിക്കവർ ആവത്തില്ലേ? ഏത് ടൈപ്പ് ഓഫ് അഡിക്ഷനും നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അതിനാകെ വേണ്ടത് കുറച്ച് പേഷ്യൻസും പിന്നെ കൺസിസ്റ്റൻസിയും മാത്രമാണ്. പക്ഷെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യണം. ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് തെറാപ്പി സെഷൻസ്. എടാ, എന്റെ മോള് എനിക്ക് പഴയതുപോലെ കിട്ടണം. അവളെ നമുക്ക് പഴയതുപോലെ തന്നെ തിരിച്ചു കിട്ടും. നീ അതിൽ ടെൻഷൻ ആവണ്ട. നീ ഇപ്പൊ എന്തായാലും വിളിച്ചാൽ നന്നായി. അവളെ പഴയ ലൈഫിലേക്ക് തിരിച്ചെത്തിക്കാൻ നമുക്ക് ഒന്നിച്ച് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ? നീ ധൈര്യമായിട്ടിരിക്കെ. താങ്ക്സ്.